ഹായ് ഓൾ, റീനീറ്റ് എക്സ്റേ ചാപ്റ്റർ വൈസ് അനാലിസിസിൽ ഇന്ന് നമ്മൾ നോക്കുന്നത് കെമിസ്ട്രിയിലെ ഇലക്ട്രോ കെമിസ്ട്രി എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ E0 ഫോർ ദി ഹാഫ് സെൽ റിയാക്ഷൻ. E0 വാല്യൂ ഓഫ് ദിസ് റിയാക്ഷൻ Fe3 പ്ലസ് ഇലക്ട്രോൺ ഗീവ്സ് Fe2+. അതായത് E0 Fe3+ ബാർ Fe2+. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത് ഗിബ്സ് ഫ്രീ എനർജി ഇക്വേഷൻ ആണ്. ΔG0 നമുക്കറിയാം, ΔG0 ഈസ് ഈക്വൽ ടു -NF E0 ആണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ്റെ ഹെൽപ്പോട് കൂടി നമുക്ക് E0 Fe3+ ബാർ Fe2+ കണ്ടുപിടിക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കിവിടെ തന്നിരിക്കുന്ന ചേഞ്ച് ദാറ്റ് ഈസ് Fe3+ Fe2+ ആകുന്ന ഈ ഒരു ചേഞ്ച് അതാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഞാൻ അതിന് ΔG0 3 എന്ന് കൊടുക്കുന്നു. ഇനി വീണ്ടും ഇത് Fe+, Fe ഇങ്ങനെ സ്റ്റെപ്പായിട്ട് Fe വരെ വരുന്നുണ്ട് അല്ലേ. നമ്മുടെ ഗിവൺ ഇൻഫർമേഷൻ നോക്കിക്കേ, അതിൽ തന്നിരിക്കുന്നത് Fe3+ ബാർ Fe എന്ന് പറഞ്ഞിട്ട് ഒരു E0 വാല്യൂ തന്നിട്ടുണ്ട്. തന്നിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് -0.04 ആണ്. അപ്പോൾ എനിക്കതിന് ΔG0 1 എന്ന് കൊടുക്കാം. ΔG0 1 ഈസ് ഈക്വൽ ടു അവിടെ 3 ഇലക്ട്രോൺ ചേഞ്ച് ആണ്. അപ്പോൾ 3 × -0.4 ആണത്. ഓക്കെ, അതുപോലെ തന്നെ ക്വസ്റ്റ്യനിൽ വേറൊരു ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് Fe2+ ബാർ Fe 2 ഇലക്ട്രോൺ ചേഞ്ച് ആണ്. അതിന് ഞാൻ ΔG0 2 എന്ന് കൊടുക്കുന്നു. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × എന്താണ് -0.44 അല്ലേ. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുള്ള സ്ഥിതിക്ക് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് കണ്ടുപിടിക്കേണ്ട ΔG0 3 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കിട്ടും? ΔG0 1 മൈനസ് ΔG0 2 ചെയ്താൽ നമുക്ക് ആവശ്യമുള്ള ഈ ഒരു ഡേറ്റ അല്ലെ, ഇത്രയും ഭാഗത്തെയാണ് നമുക്ക് വേണ്ടത് അല്ലെ. അത് കിട്ടണമെങ്കിൽ ΔG0 1 നിന്ന് ΔG0 2 കുറച്ചാൽ മതി അല്ലെ. അപ്പോൾ നമുക്ക് ഇക്വേഷനിലേക്ക് നേരെ പോകാം. ΔG0 3 എന്ന് പറഞ്ഞാൽ n എത്രയായിരിക്കും? n മൈനസ് കൊടുക്കണ്ട, -NF E0 മൈനസ് എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ നമുക്ക് മൈനസ് സ്കിപ്പ് ചെയ്യാം. പിന്നെ ഫാരഡേയും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ n × E0 എന്നാണ് ഞാൻ കൊടുക്കുന്നത്. n-ന്റെ വാല്യൂ എത്രയാ? നമ്മളോട് ചോദിച്ചിരിക്കുന്ന Fe3+ ബാർ Fe2+ ചേഞ്ചിൽ n-ന്റെ വാല്യൂ 1 ആണ് അല്ലെ. 1 ഇലക്ട്രോൺ ചേഞ്ച് ആണ്. അപ്പോൾ 1 × E0 Fe3+ ബാർ Fe2+ ഈക്വൽ ടു ΔG0 1 ദാറ്റ് ഈസ് 3 × -0.04 മൈനസ് ഓഫ് എന്താണ് 2 × -0.44. അപ്പോൾ നമുക്ക് വരുന്നത് -0.12 പ്ലസ് 0.88 ആണ്. ഇത് -0.12 ആണ്. അതുപോലെ തന്നെ പ്ലസ് 0.88 ആണ്. അപ്പോൾ നമുക്കിത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് +0.76 വോൾട്ട് ആണ് വരിക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ 0 Fe3+ ബാർ Fe2+ എന്ന് പറയുന്നത് +0.76 ആണ്. നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് വരുന്നത്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ ഒരു ഗ്രാഫ് അല്ലേ, നമ്മൾ മോളാർ കണ്ടക്ടിവിറ്റി പഠിക്കുമ്പോൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ ഒരു ഗ്രാഫ് പഠിക്കുന്നുണ്ട്. ആ ഗ്രാഫിൻ്റെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണ്. അതിൻ്റെ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. λm ഈസ് ഈക്വൽ ടു λ0m മൈനസ് a√c എന്നാണ് ആ ഇക്വേഷൻ വരിക. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഗ്രാഫ് വരയ്ക്കുമ്പോഴാണ് സ്ട്രെയിറ്റ് ലൈൻ കിട്ടുന്നത്. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് നോക്കുക. ഇവിടെ സ്ലോപ്പ് തന്നിട്ടുണ്ട്. സ്ലോപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം എയുടെ വാല്യൂ ആണ്. -90 എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ. -90 എന്ന് സ്ലോപ്പ് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ √c തന്നിട്ടുണ്ട് അല്ലേ. കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ കോൺസെൻട്രേഷൻ 0.01 ആണ്. അപ്പോൾ √0.01 അതായത് 0.1 മോളാർ എന്നാണ് നമുക്ക് അവിടെ √c കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അനദർ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് λm വാല്യൂ ആണ്. λm വാല്യൂ 145 എന്നാണ് തന്നേക്കുന്നത്. അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ എന്ത് കണ്ടുപിടിക്കാം? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി λ0m കണ്ടുപിടിക്കാം. λ0m ഈസ് ഈക്വൽ ടു λm പ്ലസ് a√c ആണ് അല്ലേ. a√c. അപ്പോൾ λm എന്ന് പറയുന്നത് 145 ആണ്. പ്ലസ് a എന്ന് പറയുന്നത് 90 അല്ലേ. 90 അതുപോലെ തന്നെ ഇൻറ്റു കോൺസെൻട്രേഷൻ്റെ റൂട്ട് എടുക്കുമ്പോൾ 0.1 ആണ്. അപ്പോൾ 145
+9 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 154 വരും. ഓക്കെ, 154 ആണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. നമുക്കറിയാം കോളറാഷ്യസ് ലോയിൽ പഠിക്കുന്നുണ്ട് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഈസ് ഈക്വൽ ടു ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻസ് ഓഫ് ഇറ്റ്സ് കാറ്റയോൺ അല്ലെ. കാറ്റയോൺ ഏതാണ്? X+ ആണ്. അതുപോലെ തന്നെ ആനയോൺ Y- ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആനയോൺ Y- അയോൺ ആണ്. ഓക്കെ, അപ്പോൾ Y-ന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കിട്ടണമെങ്കിൽ നമ്മൾ എന്താണ് നമുക്ക് ഇപ്പോൾ കിട്ടിയ 154 ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് XY ആണ് നമുക്ക് കിട്ടിയത്. അതിൽ നിന്ന് നമുക്ക് ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന കാറ്റയോണിന്റെ വാല്യൂ സബ്ട്രാക്ട് ചെയ്യണം. 74 ആണ് കാറ്റയോണിന്റെ വാല്യൂ. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് അവിടെ ആൻസറിലേക്ക് എത്താൻ സാധിക്കും. 80 എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിന്ന് റീനീറ്റ് എക്സാമിന് വന്നിരുന്ന 2 ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് കോളറാഷ്യസ് ലോയെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു, ഒന്ന് നമ്മുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആയിരുന്നു. മറ്റൊരു ചാപ്റ്ററുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഓൾ.